ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിവരണമാണിത്. നമ്മുടെ പണ്ഡിത പാരമ്പര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായ അബ്ദുൽ ഖാദിർ അൽ ഫദ്ഫറിയുടെ വിജ്ഞാന ലോകത്തേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ? ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ഈ ഒരു ചോദ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതരിലൊരാളായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ പഠിപ്പിച്ച ഗുരു ആരായിരുന്നു? അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: അബ്ദുൽ ഖാദിർ അൽ ഫദ്ഫരി. ആ മഹാനായ പണ്ഡിതന്റെ അറിവ് തേടിയുള്ള യാത്രയും അതിന്റെ സ്വാധീനവുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അദ്ദേഹം ജനിച്ചത് 1895-ലാണ്. ഹിജ്റ വർഷം നോക്കുകയാണെങ്കിൽ 1312 മലപ്പുറത്തെ ഫത്ഫലം എന്ന ഗ്രാമത്തിൽ. വഫാത്തായത് 1943-ലും, അതായത് ഹിജ്റ 1362-ൽ. ഏതാണ്ട് 50 വയസ്സ് തികയുന്നതിന് മുൻപ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ ആ ഒരു ചെറിയ കാലയളവിനുള്ളിൽ അദ്ദേഹം പകർന്നു നൽകിയ അറിവ്, അതിന്റെ സ്വാധീനം തലമുറകൾക്കപ്പുറത്തേക്ക് വളർന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ്. അപ്പോ ഇത്രയും വലിയൊരു പണ്ഡിതന്റെ അറിവിലേക്കുള്ള ഈ യാത്ര എങ്ങനെയായിരുന്നു? എവിടെ നിന്നായിരുന്നു അതിന്റെ തുടക്കം? എല്ലാ വലിയ യാത്രകളും തുടങ്ങുന്ന പോലെ അദ്ദേഹത്തിന്റെയും തുടക്കം സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം പിതാവിൽ നിന്ന് തന്നെയായിരുന്നു. ഇവിടെ നോക്കൂ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടങ്ങളും വ്യക്തമായി കാണാം. തുടക്കം പിതാവിൽ നിന്നും, പിന്നെ നാട്ടിലെ പള്ളിദർസുകളിൽ നിന്നും. അവിടെ നിന്ന് അടിസ്ഥാനമെല്ലാം ഉറപ്പിച്ചു. പിന്നെയാണ് വലിയ യാത്രകൾ. ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക്. ഒന്ന് വാഴക്കാട്ടെ ദാരുലുലും, പിന്നെ അങ്ങ് വെല്ലൂരിലെ ബാക്യാത്തു സ്വാലിഹാത്തിലേക്കും. വെറുതെ പോയി പഠിക്കുകയായിരുന്നില്ല. അറിവിനോടുള്ള അടങ്ങാത്തൊരു ദാഹം, അതായിരുന്നു ആ യാത്രകൾക്ക് പിന്നിൽ. അപ്പോ ഹിജ്റ 1341-ൽ ബാക്കിയാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയതോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങുകയാണ്. അതുവരെ അറിവ് തേടിയിരുന്നൊരു വിദ്യാർത്ഥി ഇനി ആയിരക്കണക്കിന് പേർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നൊരു ഗുരുവായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതം തുടങ്ങിയത് തമിഴ്നാട്ടിലെ ഒരു കോളേജിൽ ഡീനായിട്ടാണ്. ശ്രദ്ധിച്ചോ? അവിടെ നിന്നാണ് തുടക്കം. പക്ഷെ അദ്ദേഹം അധികം വൈകാതെ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. എന്നിട്ട് വാഴക്കാട് ദാറുലുലും പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ 7 വർഷത്തോളം പഠിപ്പിച്ചു. ജീവിതത്തിന്റെ അവസാന നാളുകൾ ചിലവഴിച്ചത് മലിയേക്കര പള്ളിയിലെ ദർസിൽ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞതും. പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, ഒരു പണ്ഡിതന്റെ ജീവിതം പൂർണ്ണമാകുന്നത് അദ്ദേഹം ലോകത്തിന് എന്ത് എഴുതി നൽകി എന്നതിലൂടെ കൂടിയാണ്. അൽ ഫദ്ഫരിയുടെ കാര്യത്തിലും അത് സത്യമാണ്. അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നത് തലമുറകൾക്ക് വഴികാട്ടിയാവുന്ന ഇന്നും പ്രസക്തമായ ഒരു പിടി ഗ്രന്ഥങ്ങളാണ്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായി ഏതാണ്ട് 11ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതിലെ പലതും ഇപ്പോഴും നമ്മുടെ ദർസുകളിലും അറബി കോളേജുകളിലും സിലബസിന്റെ ഭാഗമാണ്. അതാണ് അതിന്റെ പ്രാധാന്യം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മജ്മൂൽ ഫവായിദ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അദ്ദേഹം എഴുതുന്നത് വെല്ലൂരിലൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. ഒന്നാലോചിച്ചു നോക്കൂ, പഠിക്കുന്ന കാലത്ത് തന്നെ പല വിഷയങ്ങളിലെയും നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചൊരു പുസ്തകം എഴുതുക. അത് തന്നെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ എത്ര വലിയ തെളിവാണല്ലേ? അടുത്തത് നോക്കാം, ജവാഹിറുൽ അഷ്ആർ വ ഗ്രായിബുൽ ഹിക്കായാത്തി വൽ അഖ്ബാർ. ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു കൃതിയാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലും ചരിത്രത്തിലുമൊക്കെയുള്ള താൽപ്പര്യം മനസ്സിലാക്കാൻ പറ്റും. ഇത് അദ്ദേഹം എഴുതിയത് വാഴക്കാട് ദാറുൽ ഉലൂമിൽ പഠിപ്പിക്കുന്ന 7 വർഷക്കാലയളവിലാണ്. കവിതകൾ, പഴയ കഥകൾ, ചരിത്ര സംഭവങ്ങൾ, ഇതൊക്കെ ചേർന്ന ഒരു സമാഹാരം. അതായത് അദ്ദേഹം വെറും കിതാബുകൾ മാത്രമല്ല തന്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുത്തത്, അതിനപ്പുറമുള്ളൊരു ലോകം കൂടി അവർക്ക് തുറന്നുകൊടുത്തു. ഇതൊന്നും കൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട രചനകളുമുണ്ട്. പരീക്ഷയ്ക്ക് ഓർത്തുവെക്കേണ്ട ചില പേരുകളാണിത്. ഫത്വകളുടെ ഒരു സമാഹാരമുണ്ട്, മജ്മൂഉൽ ഫതാവ. പിന്നെ പല പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾക്കും അദ്ദേഹം വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവയെല്ലാം ഇന്നും വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നവയാണ്. അപ്പോ പുസ്തകങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു.
പക്ഷേ ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണോ? അല്ല, അത് അദ്ദേഹം വാർത്തെടുത്ത ശിഷ്യന്മാരാണ്. അൽഫദ്ഫരിയുടെ പാരമ്പര്യം യഥാർത്ഥത്തിൽ തിളങ്ങുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യരിലൂടെയാണ്. ഒന്നു നോക്കൂ, ഈ പേരുകളിലേക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഈ നിര മാത്രം മതി ആ മഹാനായ ഗുരുവിന്റെ വിലയറിയാൻ. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരുപാട് പേർക്ക് അറിവ് പകർന്നു നൽകിയത് ഇദ്ദേഹമാണ്. ആ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പേര് ആരുടേതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സാക്ഷാൽ ഷംസുലുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അപ്പോ ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഒരു വാചകം ഒരുപക്ഷെ അൽഫദ്ഫരിയുടെ ജീവിതത്തെ മുഴുവനായി സംഗ്രഹിക്കുന്നുണ്ട്. ഒരു പണ്ഡിതന്റെ പൈതൃകം അളക്കേണ്ടത് അദ്ദേഹം ജീവിച്ച വർഷങ്ങൾ കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം രൂപപ്പെടുത്തിയ തലമുറകളെ കൊണ്ടാണ്. അതെ, അബ്ദുൽ ഖാദർ അൽഫദ്ഫരിയുടെ ജീവിതം നമുക്ക് മുന്നിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ബാക്കി വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരൊറ്റ മനുഷ്യന് തന്റെ അധ്യാപനം കൊണ്ടും രചനകൾ കൊണ്ടും ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നത്? വിജ്ഞാനത്തിന്റെ ഈ വഴിയിൽ മുന്നോട്ടു പോകുന്ന നിങ്ങളും ഞാനുമൊക്കെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഈയൊരു ചിന്തയോടുകൂടി നമുക്കിന്നത്തെ ഈ വിവരണം ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.